ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കടച്ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പെരളിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കടച്ചക്കയൊക്കെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടുവാണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ ഇതേപോലെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തീരുമ്പോഴേക്കും ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 വറ്റൽമുളകാണ്. വറ്റൽമുളക് ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഈ തേങ്ങാക്കൊത്തൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4-5 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10ഓളം ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവോള വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുകയോ അല്ലെങ്കിൽ ഓഫ് ആക്കുകയോ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂണോളം മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടിയും അതേപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ബാക്കി ഇനി എന്തൊക്കെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂണോളം ഗരം മസാല. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം.
അതിനുവേണ്ടി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. കടച്ചക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കടച്ചക്കയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെയാണ്. അപ്പം കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കടച്ചക്ക വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് നമ്മുടെ കടച്ചക്കയൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടച്ചക്ക പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം കടച്ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ കടച്ചക്ക റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.